നമസ്കാരം, എല്ലാവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSRTC TDF ജീവനക്കാരുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ നീണ്ട പണിമുടക്കിന് ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് വിവിധ സ്ഥലങ്ങളിലും KSRTC സർവീസ് മുടങ്ങുകയുണ്ടായി. എന്തായാലും കോട്ടയത്തെ അവസ്ഥ എന്തെന്ന് നമുക്ക് ഇവിടുത്തെ TDF ജീവനക്കാരോട് തന്നെ ചോദിച്ചറിയാം. എന്തായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള 24 മണിക്കൂർ നീണ്ട ഒരു പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നത്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ഇവിടെ KSRTC ഇന്ന് TDF എന്ന് പറയുന്ന ഒരു സംഘടന, അവിടുത്തെ കോൺഗ്രസ് അനുകൂല സംഘടന ഈ സമരം നടത്തുന്നതിന്റെ കാരണം KSRTC ജീവനക്കാർക്ക് കഴിഞ്ഞ 2016 ശേഷം 9 വർഷക്കാലമായി കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല. അതായത് നമുക്ക് എല്ലാ മാസവും UDF ഭരണകാലത്ത് എല്ലാ മാസവും 31-ാം തീയതി ലഭിച്ചിരുന്ന സാലറി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി, അതായത് എല്ലാ മാസവും 15-ാം തീയതിയാണ് ശമ്പളം. അങ്ങനെ ശമ്പളം ലഭിക്കുമ്പോൾ ജീവനക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, വീട്ടുവാടക കൊടുക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങൾ കൃത്യമായി നടത്താൻ സാധിക്കുന്നില്ല, പലചരക്ക് കടയിലെ അവർ കടം വാങ്ങിക്കുന്ന കടയിലെ പൈസ കൊടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ജീവിതത്തിനകത്ത് ഒരു നല്ല കാര്യത്തിനൊന്നും അവർക്ക് പുറപ്പെടാനൊന്നും സാധിക്കുന്നില്ല. കാരണം 15-ാം തീയതി ശമ്പളം കിട്ടിയാൽ എങ്ങനെയാണ് 31-ാം തീയതി സാലറി കിട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. ഇത് നമ്മൾ ചെക്കുകൾ ബൗൺസായി ആയിരക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ലോൺ അടവുകൾ മുടങ്ങുന്നത് മൂലം അവരുടെ സിബിൽ സ്കോർ താഴുന്നു. ഒരു ലോൺ എടുക്കാൻ പറ്റത്തില്ല, ഒരു വിദ്യാഭ്യാസ ലോൺ പോലും എടുത്ത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെയാണ് ഇവിടെ KSRTC ജീവനക്കാർ സമരം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 34% DA കുടിശ്ശികയാണ്. മറ്റ് സർക്കാർ ജീവനക്കാർക്കൊക്കെ DA കുടിശ്ശിക കൊടുക്കുന്നുണ്ട്, കൃത്യമായി സാലറി കൊടുക്കുന്നുണ്ട്, നമുക്കത് കിട്ടുന്നില്ല. അതിനെതിരെയാണ് ഇന്നത്തെ ഈ സമരം നടക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലും സർവീസ് മുടങ്ങുകയും അതുപോലെ തന്നെ തടയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കോട്ടയത്തെ അവസ്ഥ എങ്ങനെയാണ്? കോട്ടയത്ത് ഞങ്ങൾ ഇവിടെ വാഹനം തടയുകയൊന്നും ചെയ്തിട്ടില്ല. കോട്ടയത്ത് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ഇവിടുന്ന് 100% സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തു. പക്ഷേങ്കിൽ ഇവിടുന്ന് സർവീസ് പോയിരിക്കുന്നത് മുഴുവനും 2017 KSRTC നിഷ്കരുണം ഹൈക്കോടതി വിധിയുടെ പേരിൽ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് നിഷ്കരണം പുറത്തേക്ക് തള്ളിവിട്ട എംപാനൽ ജീവനക്കാരെ ഉപയോഗിച്ചാണ് ഇന്ന് ഇവിടെ സർവീസ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ 2 മാസം മുമ്പ് KSRTC എംപാനൽ ജീവനക്കാരെ എടുക്കുകയും അവരെ 2 ആഴ്ച അവരെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് പോലും അറിയാതെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഇനി ഡ്യൂട്ടി കയറണ്ട എന്ന് പറഞ്ഞു വിട്ടവരെയും ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് വിളിച്ചു വരുത്തിയാണ് ഇന്ന് സർവീസ് പോയിരിക്കുന്നത്. നിങ്ങൾ അതിന്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എംപാനൽ ഡ്രൈവർമാരും എംപാനൽ കണ്ടക്ടർമാരെയും കൊണ്ടാണ് ഇന്ന് ഇവിടെ സർവീസ് മുഴുവനും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കേരളത്തിലാകമാനം പരിഹാരം ഉണ്ടായില്ല എങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം പറയുന്നത് അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകും എന്ന് തന്നെയാണ്. വിവിധ സമരമാർഗങ്ങൾ ഞങ്ങൾ TDF കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് വിവിധ തരത്തിലുള്ള സമരങ്ങൾ, അത് പട്ടിണി സമരം, പട്ടിണി കഞ്ഞി സമരം, അതുപോലെ തന്നെ നമ്മൾ ധർണകള്, പണിമുടക്ക് ഞങ്ങൾ ഇതുവരെ സമരം ചെയ്തിട്ടില്ല. അല്ലാതെ തരത്തിലുള്ള പലതരത്തിലുള്ള ധർമ്മ സമരങ്ങൾ, ഗാന്ധിജിയുടെ മാർഗത്തിൽ നിന്നുള്ള ധർമ്മ സമരങ്ങൾ ഞങ്ങൾ ചെയ്തു. ഗതി കെട്ടിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സമരം ചെയ്തത്. ഇപ്പോൾ ഭരണപക്ഷ സംഘടനയും സർക്കാരും അല്ലെങ്കിൽ മാനേജ്മെന്റും ഒക്കെ പറയും സമരം പരാജയമാണെന്ന് പറയും. പക്ഷെ ആ പരാജയം എന്ന് പറയുമ്പോൾ അത് സ്ഥിര ജീവനക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സമരം വൻ വിജയമാണ്. താൽക്കാലിക ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി അവരുടെ ജോലികളെ നാളെ മുതൽ നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അവർ പേടിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസമൊക്കെ ജോലി ചെയ്യുന്ന ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ഇന്നലെ തലേദിവസം തൊട്ട് തന്നെ ഇവിടെ നേതാക്കന്മാരും അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന CA2 അനുഭാവികളും ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ തമ്പടിച്ച് ജീവനക്കാരെ ഡ്യൂട്ടിക്ക് പോയ ജീവനക്കാരെ തലേദിവസം ഡ്യൂട്ടി ചെയ്തവരെ പോലും വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയാണ് സർവീസ് ചെയ്തത്. ഞങ്ങൾക്ക് ഈ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം തന്നില്ല. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇറക്കിയ 2750 ബസ്സുകൾ കൊണ്ടാണ് ഇപ്പോൾ KSRTC പ്രസ്ഥാനം നീക്കിയത്. പിന്നീട് ഇറക്കിയ ഒരു 101 ബസ് അത് സ്വിഫ്റ്റിന് കൊടുത്തു. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകളാണ്. ഈ ബസ്സിലെ സ്ഥിരം ജീവനക്കാരെ പുറത്താക്കിയിട്ട് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചു. അവർക്ക് ഈ പറയുന്ന പോലെ വളരെ കുറഞ്ഞ തുകയ്ക്കുള്ള ശമ്പളം കൊടുക്കാനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്ഥാപനം നമുക്കൊരു ബസ്സുകളില്ല. ഏതാണ്ട് 3000 താഴെ ബസ്സുകൾ മാത്രമാണ്. അത് പലതും കണ്ടം ചെയ്യേണ്ട അവസ്ഥ. കേന്ദ്ര ഗവൺമെന്റ് നിയമം അനുസരിച്ച് അതിന്റെ കാലാവധി പലതിൻ്റെയും കഴിയണം. അപ്പോൾ ഒരു 7-8 മാസങ്ങൾക്ക് ശേഷം ഈ സ്ഥാപനത്തിൽ വണ്ടി ഓടിക്കാൻ നമ്മുടെ വരുമാന സ്രോതസ് ബസ്സുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് മെയിൻ വരുമാനം. ആ വരുമാനം ഇല്ല. യഥേഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം സ്വകാര്യ ബസ്സുകൾക്ക് പറ്റും. അതിപ്പം നാഷണലൈസ്ഡ് റൂട്ടിലൊക്കെ കയറി സർവീസ് ആണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനത്തിന്റെ ജീവവായു എന്ന് പറയുന്ന ഈ ബസ്സുകൾ പോലും പുതിയ വാങ്ങിക്കാതെ ജീവനക്കാരെ പരമാവധി ദ്രോഹിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ ഇല്ലായ്മയാണ് ഇപ്പോൾ ചെയ്തത്. അതിനുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ സമരം ചെയ്തത്. സാർ, ഇപ്പം KSRTC 24 മണിക്കൂർ നീണ്ടുന്ന പണിമുടക്കിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ പണിമുടക്ക് എത്രത്തോളം ഇവിടെ ബാധിച്ചിട്ടുണ്ട്? സ്വാഭാവികമായിട്ടും
കോട്ടയത്തെ ജനജീവിതത്തെ ഈ പണിമുടക്ക് സാരമായി ബാധിച്ചായി കരുതേണ്ടതില്ല. കാരണം കോട്ടയത്തുള്ള 66 സർവീസുകളിൽ 63 സർവീസുകളും ഇന്നേ ദിവസം അയക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ ജീവനക്കാർ പണിമുടക്കിയെങ്കിലും ഇതര ബദരി സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് എല്ലാ സർവീസുകളും കൃത്യമായി അയക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ സർവീസും കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുകയും അതുകൊണ്ട് തന്നെ പൂർണ്ണമായ കളക്ഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കൂടുതലും താൽക്കാലിക ജീവനക്കാരെ വിളിച്ചു വരുത്തിയിട്ടാണ് സർവീസ് നടത്തിയെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയുക? അത് വാസ്തവമല്ല. കാരണം KSRTCയിലെ ഒരു യൂണിയൻ മാത്രമേ പണിമുടക്കിയുള്ളൂ. ബാക്കി 2 പ്രബല യൂണിയനുകളും പണിമുടക്കിയിട്ടില്ല. പണിമുടക്കാത്ത ജീവനക്കാർ ജോലിക്ക് കയറുകയും അതുപോലെ തന്നെ ഈ ദിവസത്തേക്ക് അധിക ഡ്യൂട്ടി ചെയ്യാൻ സ്ഥിരം ജീവനക്കാർ പലരും തയ്യാറാകുകയും ചെയ്തു. അവരെ വിനിയോഗിച്ചു. അതോടൊപ്പം തന്നെ ബദലി ജീവനക്കാരായ അസ്ഥിര ജീവനക്കാരെ ഉപയോഗിച്ചും കുറേ സർവീസുകൾ അയക്കാൻ സാധിച്ചു. ഇവർ സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. അവരെ അല്ലാത്ത ദിവസങ്ങളിൽ ഈ ബദലി ജീവനക്കാർ തന്നെ ഇവിടെ വിനിയോഗിക്കുന്നുണ്ട്. അല്ലാതെ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഉപയോഗിച്ച സംവിധാനമല്ല ഇത്.